വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. പുറപ്പാടിന്റെ പുസ്തകം 32-ാം അധ്യായം. മോശ മലയിൽ നിന്ന് ഇറങ്ങി വരാൻ വൈകുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹ്റോന്റെ പക്കൽ സമ്മേളിച്ചു. അവർ അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഞങ്ങൾക്ക് മുൻപേ പോകുന്ന ദേവന്മാരെ ഞങ്ങൾക്കായി ഉണ്ടാക്കുക. എന്തെന്നാൽ ഞങ്ങളെ ഈജിപ്റ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന ആ മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിവില്ല. അഹ്റോൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലുള്ള സ്വർണവളയങ്ങൾ ഊരി എൻ്റെ അടുത്ത് കൊണ്ടുവരുവിൻ. ജനം മുഴുവൻ തങ്ങളുടെ കാതുകളിലെ സ്വർണവളയങ്ങൾ ഊരി അഹ്റോന്റെ അടുത്ത് കൊണ്ടുചെന്നു. അവൻ അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി ഉളി കൊണ്ട് അതിനെ രൂപപ്പെടുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, ഇസ്രായേലേ, ഇവരാണ് ഈജിപ്റ്റ് നാട്ടിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ. അത് കണ്ടിട്ട് അഹ്റോൻ അതിന്റെ മുൻപിൽ ഒരു ബലിപീഠം പണിതു. തുടർന്ന് അഹ്റോൻ വിളിച്ചു പറഞ്ഞു, നാളെ കർത്താവിന്റെ ഉത്സവമായിരിക്കും. അവർ പിറ്റേന്ന് നേരത്തെ ഉണർന്ന് ഹോമസമർപ്പണങ്ങൾ നടത്തി സമാധാന സമർപ്പണ വസ്തുക്കൾ കൊണ്ടുവന്നു. തിന്നാനും കുടിക്കാനുമായി ജനം ഇരുന്നു, മേളിക്കാനായി അവർ എഴുന്നേറ്റു. കർത്താവ് മോശയോട് പ്രസ്താവിച്ചു, ഇറങ്ങിച്ചെല്ലുക. എന്തെന്നാൽ ഈജിപ്റ്റ് നാട്ടിൽ നിന്ന് നീ പുറത്തു കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ ദുഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ കൽപ്പിച്ച മാർഗത്തിൽ നിന്ന് അവർ ശീഘ്രം വ്യതിചലിച്ചിരിക്കുന്നു. അവർ ഒരു കാളക്കുട്ടിയെ തങ്ങൾക്കായി വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലി അർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഇസ്രായേലേ, ഇവരാണ് ഈജിപ്റ്റ് നാട്ടിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ എന്ന് അവർ പറയുകയും ചെയ്തിരിക്കുന്നു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഈ ജനത്തെ ഞാൻ ശ്രദ്ധിച്ചു. ഇതാ, ഇവർ പിടലി കടുത്ത ഒരു ജനമാണ്. അതിനാൽ ഇപ്പോൾ നീ എന്നെ തനിയെ വിട്ടേക്കൂ. എന്റെ ക്രോധം അവർക്കെതിരെ ആളിക്കത്തി ഞാൻ അവരെ ഇല്ലായ്മ ചെയ്യട്ടെ. എന്നാൽ നിന്നെ ഞാൻ ഒരു വലിയ ജനതയാക്കും. മോശ തന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ കേണപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, വലിയ ശക്തിയാലും കരുത്തുറ്റ കരത്താലും അങ്ങ് തന്നെ ഈജിപ്റ്റ് നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അങ്ങയുടെ ക്രോധം ജ്വലിക്കുന്നതെന്ത്? മലകളിൽ വച്ച് അവരെ കൊന്നുകളയണമെന്നും ഭൂമുഖത്ത് നിന്ന് അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുമുള്ള ദുരുദ്ദേശത്തോടെയാണ് അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുപോയത് എന്ന് ഈജിപ്തുകാർ പറയാൻ ഇടവരുത്തുന്നതെന്തിന്? അങ്ങയുടെ ഉഗ്രകോപത്തിൽ നിന്ന് പിന്തിരിയണമേ. അങ്ങയുടെ ജനത്തിനുണ്ടാകാനിരിക്കുന്ന അനർത്ഥത്തെ പ്രതി പരിതപിക്കണമേ. അങ്ങയുടെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. അവരോടാണല്ലോ അങ്ങ് അങ്ങയെ കൊണ്ട് ശപഥം ചെയ്തിട്ടുള്ളത്. അവരോടാണല്ലോ അങ്ങ് അരുൾ ചെയ്തത്, നിങ്ങളുടെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ വർദ്ധിപ്പിക്കുകയും ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതിക്ക് ഞാൻ നൽകുകയും അവരത് എന്നേക്കും അവകാശമാക്കുകയും ചെയ്യും. അപ്പോൾ തൻ്റെ ജനത്തിനെതിരായി ചെയ്യുമെന്ന് പറഞ്ഞ അനർത്ഥത്തെ പ്രതി കർത്താവ് പരിതപിച്ചു. മോശ തിരിഞ്ഞ് മലയിൽ നിന്നിറങ്ങി. അവന്റെ കയ്യിൽ സാക്ഷ്യത്തിന്റെ 2 ഫലകങ്ങൾ ഉണ്ടായിരുന്നു. ഫലകങ്ങൾ അവയുടെ ഇരുവശങ്ങളിലും എഴുതപ്പെട്ടവയായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും എഴുതപ്പെട്ടവയായിരുന്നു അവ. ഫലകങ്ങൾ ദൈവത്തിന്റെ വേലയായിരുന്നു. ഫലകങ്ങളിന്മേൽ കൊത്തപ്പെട്ട ആ ലിഖിതം ദൈവത്തിന്റെ ലിഖിതമായിരുന്നു. അട്ടഹാസത്തോടെയുള്ള ജനത്തിന്റെ സ്വരം കേട്ടപ്പോൾ പാളയത്തിൽ യുദ്ധഭേരി എന്ന് ജോഷുവ മോശയോട് പറഞ്ഞു. എന്നാൽ അവൻ പറഞ്ഞു, ധീരതയുടെ വിജയഗാനഭേരിയല്ല,
പരാജയത്തിന്റെ വിലാപഗാനഭേരിയുമല്ല, ഉന്മാദഗാനഭേരിയാണ് ഞാൻ കേൾക്കുന്നത്. മോശ പാളയത്തെ സമീപിക്കവേ കാളക്കുട്ടിയെയും നൃത്തപ്രകടനങ്ങളുമാണ് കാണാനിടയായത്. മോശയുടെ കോപം ആളിക്കത്തി. ഫലകങ്ങൾ അവൻ തൻ്റെ കയ്യിൽ നിന്ന് വലിച്ചെറിഞ്ഞു. മലയുടെ അടിവാരത്തിൽ അവൻ തച്ചുടച്ചു. അവരുണ്ടാക്കിയ കാളക്കുട്ടിയെ അവനെടുത്ത് തീയിൽ ചുട്ടു. അത് പൊടിയാകുന്നതുവരെ ഇടിച്ചരച്ചു. അത് ജലപ്പരപ്പിൽ വിതറി ഇസ്രായേല്യരെ കുടിപ്പിച്ചു. മോശ അഹ്റോനോട് ചോദിച്ചു, ഈ ജനത്തിന്മേൽ വലിയൊരു പാപം നീ വരുത്തി വയ്ക്കാൻ അവർ നിന്നോട് എന്തു ചെയ്തു? അഹ്റോൻ പറഞ്ഞു, എൻ്റെ യജമാനന്റെ കോപം ജ്വലിക്കാതിരിക്കട്ടെ. ഈ ജനത്തെ അങ്ങേക്കറിയാമല്ലോ. തീർച്ചയായും ഇവർ തിന്മയ്ക്ക് വശകരാണ്. അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് മുൻപേ പോകുന്ന ദേവന്മാരെ ഞങ്ങൾക്കായി ഉണ്ടാക്കുക. എന്തെന്നാൽ ഞങ്ങളെ ഈജിപ്റ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന ആ മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിവില്ല. ആർക്കാണ് സ്വർണമുള്ളത് എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവർ ഊരി അത് എനിക്ക് തന്നു. ഞാനത് തീയിലിട്ടു. അപ്പോൾ ഈ കാളക്കുട്ടി പുറത്തു വന്നു. ജനം താന്തോന്നികളാക്കപ്പെട്ടു എന്ന് മോശ കണ്ടു. കാരണം തങ്ങളുടെ പ്രതിയോഗികളുടെ ഇടയിൽ ഒരവഹേളനമാകാൻ അഹ്റോൻ അവരെ തന്നിഷ്ടത്തിന് വിട്ടിരുന്നു. മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവിനായി എൻ്റെ പക്ഷത്ത് ആരുണ്ട്? ലേവ്യരെല്ലാവരും അവന്റെ പക്ഷത്ത് ഒന്നിച്ചുകൂടി. അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും ഉടവാൾ ധരിക്കുവിൻ. നിങ്ങൾ ഒരുവൻ തൻ്റെ സഹോദരനെയും ഇതരൻ തൻ്റെ സുഹൃത്തിനെയും മറ്റൊരുവൻ തൻ്റെ അയൽക്കാരനെയും പാളയത്തിൽ കവാടം തോറും കയറിയിറങ്ങി വധിക്കുവിൻ. മോശയുടെ വാക്കനുസരിച്ച് ലേവ്യർ പ്രവർത്തിച്ചു. ആ ദിവസം ജനത്തിൽ നിന്ന് 3000-ഓളം പേർ നിബദിച്ചു. മോശ പറഞ്ഞു, ഇന്ന് ഓരോ ആളും തൻ്റെ മകനും തൻ്റെ സഹോദരനുമെതിരായി കർത്താവിനു വേണ്ടി നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവിൻ. ഇന്ന് നിങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയേണ്ടതിനാണ് ഇത്. പിറ്റേ ദിവസമായപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ വലിയ പാപം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാം. ഒരുപക്ഷെ നിങ്ങളുടെ പാപത്തെ പ്രതി പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിയും. മോശ കർത്താവിൻ്റെ അടുക്കൽ തിരിച്ചു ചെന്ന് ഉണർത്തിച്ചു, ഹാ കഷ്ടം! ഈ ജനം ഒരു വലിയ പാപം ചെയ്തു പോയി. അവർ തങ്ങൾക്കായി സ്വർണദേവന്മാരെ ഉണ്ടാക്കി. ആകയാൽ ഇപ്പോൾ അങ്ങ് ഒന്നുകിൽ അവരുടെ പാപം ക്ഷമിക്കണം, അല്ലെങ്കിൽ അങ്ങ് എഴുതിയിട്ടുള്ള അങ്ങയുടെ പുസ്തകത്തിൽ നിന്ന് എന്നെ ദയവായി മായ്ച്ചു കളയണം. അപ്പോൾ കർത്താവ് മോശയോട് അരുൾ ചെയ്തു, എനിക്കെതിരായി പാപം ചെയ്തതാരോ അവനെയാണ് എൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ തുടച്ചു നീക്കുന്നത്. ഇപ്പോൾ നീ പോയി ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളിടത്തേക്ക് ജനത്തെ നയിക്കുക. ഇതാ എൻ്റെ ദൂതൻ നിനക്ക് മുൻപേ പോകും. എങ്കിലും എൻ്റെ സന്ദർശനത്തിൻ്റെ ദിവസം അവരുടെ പാപത്തെ പ്രതി ഞാൻ അവരെ ശിക്ഷിക്കും. അഹ്റോൻ ഉണ്ടാക്കിയ കാളക്കുട്ടിയുമായി ജനം ചെയ്തതിനെതിരെ അവരെ കർത്താവ് പ്രഹരിച്ചു. പുറപ്പാട് 33-ാം അധ്യായം. കർത്താവ് മോശയോട് സംസാരിച്ചു, നീയും ഈജിപ്തിൽ നിന്ന് നീ പുറത്തു കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് നിന്റെ സന്തതിക്ക് ഞാനത് നൽകുമെന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ ശപഥം ചെയ്തിട്ടുള്ള നാട്ടിലേക്ക് പോവുക. ഞാൻ നിനക്ക് മുൻപേ ഒരു ദൂതനെ അയച്ച് കാനാന്യർ, അമ്മോര്യർ, ഹിത്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരെ തുരത്തും. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ ഇല്ലായ്മ ചെയ്യാതിരിക്കേണ്ടതിനാണ് തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് നിന്റെ കൂടെ ഞാൻ വരാതിരിക്കുന്നത്. എന്തെന്നാൽ നീ പിടലി കടുത്ത ഒരു ജനമാണ്. ജനം ഈ ദുർവാർത്ത കേട്ടു. അവർ വിലാപം ആചരിച്ചു. അവർ ഒരാൾ പോലും ആഭരണമണിഞ്ഞില്ല. നീ ഇസ്രായേല്യരോട് പറയുക, നിങ്ങൾ പിടലി കടുത്ത ഒരു ജനമാണ്. ഒരു നിമിഷം നിന്നോടുകൂടെ ഞാൻ വന്നാൽ തന്നെ നിന്നെ ഞാൻ ഇല്ലായ്മ ചെയ്യും. ഇപ്പോൾ നിന്റെ ആഭരണങ്ങൾ അഴിച്ചു മാറ്റുക.
നിന്നോട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് കർത്താവ് മോശയോട് അരുൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോറെബ് മല മുതൽ ഇസ്രായേല്യർ തങ്ങളുടെ ആഭരണം ഉപേക്ഷിച്ചു. മോശയുമായി കർത്താവിന്റെ ആത്മബന്ധം. മോശ കൂടാരമഴിച്ച് തനിക്കായി പാളയത്തിനു പുറത്ത് പാളയത്തിൽ നിന്ന് അകലെയായി വിരിച്ചിരുന്നു. അവൻ അതിനെ സമാഗമ കൂടാരം എന്ന് വിളിച്ചു. കർത്താവിനെ തേടുന്ന ഓരോരുത്തനും പാളയത്തിന് വെളിയിലുള്ള സമാഗമ കൂടാരത്തിലേക്ക് ചെല്ലുമായിരുന്നു. മോശ ഈ കൂടാരത്തിലേക്ക് പുറപ്പെടുമ്പോൾ ജനം മുഴുവൻ എഴുന്നേറ്റ് ഓരോരുത്തനും സ്വന്തം കൂടാരത്തിന്റെ വാതിൽക്കൽ നിലയുറപ്പിക്കുമായിരുന്നു. മോശ കൂടാരത്തിലേക്ക് കടക്കുന്നതുവരെ അവന് പിന്നാലെ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. മോശ കൂടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിൽക്കൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടുന്ന് മോശയുമായി സംസാരിച്ചിരുന്നു. കൂടാരവാതിൽക്കൽ നിൽക്കുന്ന മേഘസ്തംഭം കാണുമ്പോൾ ജനം മുഴുവൻ ഒന്നാകെ എഴുന്നേറ്റ് ഓരോരുത്തനും സ്വന്തം കൂടാരവാതിൽക്കൽ ആരാധിച്ചിരുന്നു. ഒരാൾ തന്റെ സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ കർത്താവ് മോശയോട് മുഖാമുഖം സംസാരിച്ചിരുന്നു. മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോഴും അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരമധ്യേ നിന്ന് മാറിപ്പോയിരുന്നില്ല. മോശ കർത്താവിനോട് പറഞ്ഞു, നോക്കൂ, ഈ ജനത്തെ കൊണ്ടുപോവുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ ആരെയാണ് എൻ്റെ കൂടെ അയക്കുക എന്ന് അങ്ങ് എന്നെ അറിയിച്ചിട്ടില്ല. എന്നിട്ടും അങ്ങ് പറയുന്നു, പേരുകൊണ്ട് നിന്നെ എനിക്കറിയാം. നീ എൻ്റെ നയനങ്ങളിൽ പ്രീതി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ നയനങ്ങളിൽ പ്രീതി കണ്ടെത്തിയിരിക്കുന്നെങ്കിൽ അങ്ങയുടെ വഴി എന്നെ അറിയിച്ചാലും. അങ്ങനെ അങ്ങയുടെ നയനങ്ങളിൽ പ്രീതി കണ്ടെത്തേണ്ടതിന് ഞാൻ അങ്ങയെ അറിയട്ടെ. ഈ ജനത അങ്ങയുടെ ജനമാണെന്ന് കാണണമേ. അവിടുന്ന് പറഞ്ഞു, എൻ്റെ സാന്നിധ്യം കൂടെ സഞ്ചരിച്ച് ഞാൻ നിനക്ക് വിശ്രാന്തി നൽകും. അവൻ അവിടുത്തോട് പറഞ്ഞു, അങ്ങയുടെ സാന്നിധ്യം കൂടെ സഞ്ചരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുതേ. അങ്ങ് ഞങ്ങളോടൊത്ത് സഞ്ചരിക്കുന്നില്ലെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും അങ്ങയുടെ നയനങ്ങളിൽ പ്രീതി കണ്ടെത്തിയിരിക്കുന്നെന്ന് പിന്നെങ്ങനെ വെളിപ്പെടും? ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള സകല ജനത്തിലും നിന്ന് വ്യത്യസ്തരാണല്ലോ. കർത്താവ് മോശയോട് പറഞ്ഞു, നീ നിർദ്ദേശിച്ച ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ നയനങ്ങളിൽ പ്രീതി കണ്ടെത്തിയിരിക്കുന്നു. പേരുകൊണ്ട് നിന്നെ ഞാൻ അറിയുകയും ചെയ്യുന്നു. അവൻ പറഞ്ഞു, ദയചെയ്ത് അങ്ങയുടെ മഹത്വം എനിക്ക് കാട്ടിത്തരണമേ. അവിടുന്ന് അരുൾ ചെയ്തു, ഞാൻ എൻ്റെ സർവനന്മ സ്വരൂപം നിന്റെ മുൻപിലൂടെ കടന്നു പോകാൻ ഇടയാക്കും. നിന്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുന്നത് കർത്താവ് എന്ന നാമത്തിലായിരിക്കും. ഞാൻ ദയ കാണിക്കുന്നവനോട് ഞാൻ ദയാലുവാകും. ഞാൻ ആർദ്രത കാണിക്കുന്നവനോട് ഞാൻ ആർദ്രനാകും. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, എൻ്റെ മുഖം ദർശിക്കാൻ നിനക്കാവില്ല. കാരണം മനുഷ്യന് എന്നെ കാണാനും ജീവിച്ചിരിക്കാനും ആകില്ല. കർത്താവ് അരുൾ ചെയ്തു, ഇതാ എൻ്റെ പക്കലുള്ള ഇടം. നീ പാറമേൽ നിലയുറപ്പിച്ചുകൊള്ളുക. എൻ്റെ മഹത്വം കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയിടുക്കിൽ നിർത്തും. ഞാൻ കടന്നു പോകും വരെ എൻ്റെ കൈപ്പത്തി നിന്റെ മേൽ ഞാൻ മറയാക്കും. ഞാൻ എൻ്റെ കൈപ്പത്തി മാറ്റുമ്പോൾ നിനക്ക് എൻ്റെ പിൻഭാഗം കാണാം, എന്നാൽ എൻ്റെ മുഖം ദൃശ്യമാകുകയില്ല. 60-ാം സങ്കീർത്തനം. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചു, ഞങ്ങളെ ചിതറിച്ചു. അങ്ങ് കുപിതനായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി തിരിച്ചു വരണമേ. അങ്ങ് ഭൂമിയെ കുലുക്കി അതിനെ പിളർന്നു, അതിൻ്റെ വിള്ളലുകൾ നികത്തണമേ. അത് ആടി ഉലയുന്നല്ലോ. അങ്ങ് സ്വന്തം ജനത്തെ കഠിന അനുഭവത്തിന് വിധേയമാക്കി. അങ്ങ് ഞങ്ങളെ വിഭ്രാന്തിയുടെ വീഞ്ഞു കുടിപ്പിച്ചു. വില്ലിന്റെ മുൻപിൽ നിന്ന് പലായനം ചെയ്യുന്നതിനാണ് അങ്ങയെ ഭയപ്പെടുന്നവർക്കായി അങ്ങ് കൊടി ഉയർത്തിയത്. അങ്ങയുടെ പ്രിയപ്പെട്ടവർ വിമോചിതരാകേണ്ടതിന് അങ്ങയുടെ വലത്തു കൈകൊണ്ട് രക്ഷിച്ച് അങ്ങെനിക്ക് ഉത്തരമരുളണമേ. ദൈവം തൻ്റെ വിശുദ്ധ സ്ഥലത്ത് സംസാരിച്ചു. ഞാൻ ആഹ്ലാദിച്ച് ഷെക്കെമിനെ വീതം വയ്ക്കുകയും സുക്കോത്ത് താഴ്വര പകുത്തു കൊടുക്കുകയും ചെയ്യും. ഗിലെയാദ് എൻ്റേതാണ്, മനാസേയും എൻ്റേത് തന്നെ.
എഫ്രായിം എൻ്റെ ശിരസ്ത്രാണവും യൂദ എൻ്റെ ചെങ്കോലുമാണ്. മൊവാബ് എൻ്റെ ക്ഷാളനപാത്രം, ഏദോമിൽ ഞാൻ എൻ്റെ പാതുകം അഴിച്ചിടും. ഫിലിസ്ത്യ എന്നെ പ്രതി ജയഘോഷം മുഴക്കുക. കോട്ടകെട്ടിയ നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും? ഏദോം വരെ ആരെന്നെ ആനയിക്കും? ദൈവമേ, അങ്ങല്ലേ ഞങ്ങളെ പരിത്യജിച്ചത്. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ സൈന്യങ്ങളോടൊപ്പം പുറപ്പെടുന്നുമില്ല. ദുരിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് അങ്ങ് സഹായം തരണമേ. മനുഷ്യന്റെ തുണ വ്യർത്ഥമാണ്. ദൈവത്തോടൊത്ത് ഞങ്ങൾ കരുത്തു കാട്ടും. അവിടുന്നാണ് ഞങ്ങളുടെ വൈരികളെ ചവിട്ടി മെതിക്കുന്നത്. 61 സങ്കീർത്തനം. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം വിവശമാകുമ്പോൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് ഞാൻ അങ്ങയുടെ നേർക്ക് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ എത്തിക്കണമേ. അങ്ങാണല്ലോ എനിക്കുള്ള അഭയസങ്കേതം, ശത്രുവിൻ്റെ മുൻപിൽ സുശക്ത ഗോപുരം. ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും അതിഥിയായിരിക്കട്ടെ. അങ്ങയുടെ ചിറകുകളുടെ മറവിൽ ഞാൻ അഭയം തേടും. ദൈവമേ, അങ്ങന്റെ നേർച്ചകൾ പരിഗണിച്ചു. അങ്ങയുടെ നാമം ഭയപ്പെടുന്നവരുടെ അവകാശം അനുവദിച്ചു. രാജാവിന്റെ ആയുസ്സിനോട് അങ്ങ് വാസരങ്ങൾ കൂട്ടിച്ചേർക്കട്ടെ. അവന്റെ സംവത്സരങ്ങൾ തലമുറ തലമുറ പോലെയും. ദൈവസന്നിധിയിൽ അവൻ എന്നേക്കും ഉപവിഷ്ടനാകട്ടെ. കൃപയും സത്യവും സജ്ജീകരിക്കണമേ. അവ അവനെ കാത്തുസൂക്ഷിക്കട്ടെ. അപ്പോൾ ഞാൻ ദിനം തോറും എൻ്റെ നേർച്ചകൾ നിറവേറ്റാൻ അങ്ങയുടെ നാമം എന്നേക്കും പാടിപ്പുകഴ്ത്തും. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4 അധ്യായം 21 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ അവരോട് പറഞ്ഞു, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വയ്ക്കാനാണോ? ദീപപീഠത്തിന്മേൽ വയ്ക്കാനല്ലേ? വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും, കൂടുതലും ലഭിക്കും. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും എടുക്കപ്പെടും. വിത്തിന്റെ ഉപമ. അവൻ പറഞ്ഞു, ദൈവരാജ്യം ഒരുവൻ നിലത്ത് വിത്ത് വിതയ്ക്കുന്നതിന് സദൃശം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ചു വളരുന്നു. ആദ്യം ഇല, പിന്നെ കതിർ, തുടർന്ന് കതിരിൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി സ്വയമേവ ഫലം പുറപ്പെടുവിക്കുന്നു. ധാന്യം വിളയുമ്പോൾ ഉടനെ അവൻ അരിവാൾ വയ്ക്കുന്നു, എന്തെന്നാൽ കൊയ്ത്ത് വന്നു കഴിഞ്ഞു. കടുകുമണിയുടെ ഉപമ. അവൻ വീണ്ടും പറഞ്ഞു, ദൈവരാജ്യത്തെ നമ്മൾ എന്തിനോട് താരതമ്യപ്പെടുത്തും? എന്ത് ഉപമ കൊണ്ട് അത് അവതരിപ്പിക്കും? അത് ഒരു കടുകുമണിക്ക് സദൃശമാണ്. നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയും കാൾ ചെറുതാണ്. എന്നാൽ പാകിക്കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയും കാൾ വലുതാകുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കേറാൻ കഴിയുന്നു. അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം അനേകം ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു. ഉപമകളിലൂടെയല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല. എന്നാൽ ശിഷ്യന്മാർക്ക് മാത്രമായി എല്ലാം വിശദമാക്കി കൊടുത്തിരുന്നു. കടലിനെ ശാന്തമാക്കുന്നു. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ പറഞ്ഞുവിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വഞ്ചികളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, വലിയ ശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ദൈവവചനമേ
നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാ